അമ്മാ, എന്തിയേ? നിങ്ങളെ ചാനലിന്റെ അടിയിലേ ഓരോരുത്തർ ചോദിച്ചുള്ളതാ മലപ്പുറം താത്തല്ലേ ലൈലാത്താർന്ന അതിനെ പറ്റി എത്തങ്ങളത്തും പറയാത്തത്. പൊന്നാര മക്കളെ, അതിനെ പറ്റി ഞാൻ ഇപ്പൊ എത്താ പറയണു? ഓരോ പരിയിൽ എത്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ കാര്യം തന്നെ, എന്റെ പെണ്ണുങ്ങൾ ഒരു ദിവസം ഇവിടെ ആണെങ്കിൽ 10 ദിവസം ഓളെ പേരില്ല. ഏത് നേരം തിരക്കലും കണ്ടാളും ഇതൊക്കെ ഞാൻ വിളിച്ചറിയാ. ഞാൻ ഒരാളെ വർത്താനം ഞാൻ പറയണില്ല. അല്ലമ്മ, ഞാനല്ല ചോദിച്ചിട്ടുണ്ടേ, ജനൽ എന്നോട് ചോദിച്ചതേ. നിങ്ങളോട് തീർപ്പതി ഉള്ളോലാണ് ചോദിച്ചിട്ടുണ്ട്. അല്ലമ്മ, നിങ്ങൾ ഇങ്ങോട്ട് വരിയേ, നിങ്ങൾക്ക് പത്തവിടെ പണി. ഞാൻ ചക്കക്കൂട്ടാനും കഞ്ഞിയും കുടിച്ച് ഇവിടെ കെടുക്കുകയാണ്. നിങ്ങൾ പിന്നെ ചക്കക്കൂട്ടാനും കഞ്ഞിയും കുടിച്ചാ പിന്നെ ഈ വൈക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോ ഒന്ന് കിടന്നുറങ്ങേണ്ടി വരും. ഏതായാലും ഞാൻ പറയണം നിങ്ങളെ ചാനലില് അതിനെ പറ്റിട്ടാ. നല്ല മട്ടത്തിൽ പറഞ്ഞാളെ. ആ, ഇമ്മാക്ക് ചക്കക്കൂട്ടാനും കഞ്ഞി പള്ളന്റെ ഔത്തുണ്ടായാ പിന്നെ ഫോണും വേണ്ട, ചാനലും വേണ്ട. അപ്പൊ പിന്നെ ഈ മോനന്നെ അതിനെ പറ്റിയാണ് പറയാ അല്ലേ. എല്ലാരും ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്, ഉമ്മച്ചിന്റെ ചാനലില് മലപ്പുറം താത്താനെ പറ്റി എന്താ പറയാത്ത, എന്താണ് ലൈലാത്താനെ പറ്റി പറയാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറയാതെ നിൽക്കുകയാണ്. എത്ര ഓരോരുത്തർക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞ മാതിരി തന്നെ ആവുനാന്റെ കാര്യം തന്നെ നോക്കാം. എവിടെ മക്കളെ നേരം. ഇപ്പൊ ഇന്റെ പെണ്ണുങ്ങള് കുഞ്ഞോള് ഓളിപ്പോ ഓളോടെയാണ്. ഇനി ഇന്ന് വരുന്ന് പറഞ്ഞൊക്കെയാണ്. എത്താണ് അപ്പൊ തെറ്റിപ്പോയി കണ്ട്. ചെറിയനാക്ക് എടുത്ത ചുരിദാർ ഉണ്ടല്ലോ, ഇമ്മ പറഞ്ഞു ചെറിയനാക്ക് എനിക്ക് ചുരിദാർ എടുത്തേക്കണു, അതുകൊണ്ട് വലിയൊരുനാക്ക് എനിക്ക് എടുക്കണില്ല. അതാണ് കേക്കലും മീൻ മുറിച്ചുകൊണ്ടോടുത്തുന്ന ഒറ്റ പോക്കാണ്. അതന്നെ കാരണം. കുഞ്ഞോളെ ഓളെ പെരീക്ക് തെറ്റിപ്പോയിട്ട് ഇന്നോടത്തെ പറഞ്ഞത് അറിയുന്നക്ക് ഞാൻ എന്റെ ആങ്ങളാരും കൂട്ടി വരും. ഞാനിപ്പോ അത് പേടിച്ചിക്ക. ജിമ്മിനൊക്കെ പോണതാണ് ഇവളെ ആങ്ങളാര്. ആ രണ്ടാമത്തവന് ജബ്ബാറ് പറഞ്ഞാലും കേൾക്കൂല. ചങ്ങായി ഒരു മാരിയാണ്. ജിന്റെ പെങ്ങളെത്തിയടാ കാട്ടിന്നും പറഞ്ഞാണ്ട് നാളിന്റെ ഈ കൊല്ലിക്ക പിടിച്ചത്. എന്റെ പൊന്നെ മറന്നിട്ടില്ല. ഇതേപോലെ പല ഇടങ്ങേറും പ്രശ്നങ്ങളും ഉള്ളോലൊക്കെ ഇക്കാരം ഇപ്പൊ ഈ ലൈലാത്താന്റെ വീത്തല നടക്കുന്നുണ്ട്. അവനാന്റെ കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യേണ്ട മക്കളെ. പൊന്നാരെ മക്കളെ അതൊക്കെ വിടി. ഇമ്മാന്റെ കമന്റിൽ ഇതിങ്ങനെ വന്നിക്കാണ്ട് ലൈലാത്താന്റെ എത്തിയും പറയും, ലൈലാത്താന്റെ എത്തിയും പറയുന്ന പറയിപ്പിച്ചല്ലേ. ഇമ്മടി ഇറങ്ങി വന്നാ പിന്നെ ഉമ്മാക്ക് കൊറേ പറയാണ്ടാവും. ഈ ചാനലുള്ളവരോടാ ഈ പറയണ്ട് പെരന്റെ ഔത്ത് കിടക്കണ കാര്യങ്ങളൊന്നും ഈ വീഡിയോന്റെ ഉള്ളിക്ക് പറയില്ലേ. എല്ലാരും ഇത് അറിയല്ലേ. ഇപ്പൊ എന്റെ കുഞ്ഞോളെ കേസ് തന്നെ നോക്കി ഞാൻ മുണ്ടാതെ നടക്കുകയാണ്. എടുത്തുള്ളോലൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അവിടുത്തെ മരുവോള് വന്നക്കണാന്ന്. ഞങ്ങള് പുടി കൊടുത്തിട്ടില്ല. അങ്ങനെ ചെയ്യണം. അല്ലാതെ എത്തേങ്കിലും ഒരു ഇടങ്ങേറ് വന്നാൽ അപ്പം ഇങ്ങോട്ട് ചാനലിൽ കയറിയാണ് വിളമ്പല്ലി. എന്നാ പിന്നെ മനുഷ്യന്മാര് മുഴുവൻ അതിന്റെ എഴുത്തലേക്കാരം. യൂട്യൂബ് ചാനലോണ്ടേ കുടുംബം തകർക്കരുത്. ഇപ്പൊ വേറൊരാളെ പ്രശ്നങ്ങള് ചാനലിൽ പറഞ്ഞിട്ട് നമ്മളതിൽ കയറിക്കാണ്ട് ഇടപെടാൻ നിൽക്കണ്ട. ഞമ്മക്ക് എത്രമാരുണ്ട് പറയാന്. ഇപ്പൊ ഞാൻ പോണ്ട് കൊടുക്കാം. കുഞ്ഞോള് വരുമ്പോത്തിന് ഓള ചുരിദാറും മാക്സൊക്കെ മടക്കി വെക്കട്ടെ. എന്നാ പിന്നെ തടിമക്ക് പറ്റാതെ എത്തിങ്ങനെ കണ്ട് കഴിച്ചിലാവും. അതേമാതിരി അവനാന്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി മക്കളെ. റിയാസേ, ആ എന്റെ ചാനൽ അവിടെ ഉണ്ടാ? ഇല്ലമ്മ, ഞാൻ ഉസ്താറാക്കി പറഞ്ഞോക്കണോ. ഞാൻ വന്നോക്കട്ടെ. മക്കളെ, ഉമ്മാന്റെ ഫോൺ ഉമ്മ ഇപ്പൊ കാണാൻ വേണ്ടിട്ട് വരും. അപ്പൊ ചാനലൊക്കെ ഒന്ന് ഉഷാറായിട്ട് കണ്ടോട്ടെ. സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് കൂടിക്കോട്ടെട്ടാ. ഷെയറും ചെയ്യ്, ലൈക്കും ചെയ്യ്, കമന്റ് ഒക്കെ നല്ല നല്ല കമന്റ് ഇട്ടോടിട്ടാ.